എത്തിച്ചേരാൻ കഴിയില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും എത്തുമെന്നുറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നെത്തി തിരിഞ്ഞു നിന്ന് അവരെയൊക്കെ നോക്കി കൈവീശി കാണിക്കുന്നതിന് പേരാണ് ആത്മവിശ്വാസം. ഒറ്റപ്പെടുത്തിയവർക്കാണ് നന്ദി പറയേണ്ടത്. നമ്മുടെ ആത്മവിശ്വാസം അവരുടെ സമ്മാനമല്ലേ. ഒരു നല്ല പുഞ്ചിരിയിൽ ചിലർ ഒളിപ്പിച്ചു വെക്കാറുണ്ട് കുന്നോളം സങ്കടങ്ങൾ ആരും അറിയാതെ. ദൃഢനിശ്ചയം ചെയ്തവർ ഏത് പ്രതിസന്ധിയും മറികടക്കും. കൂടെയുള്ളവർ നമുക്ക് മാത്രമാണ് സ്വന്തമെന്ന് കരുതരുത്. നമ്മൾ മാത്രമല്ല, അവർക്കും അവരുടേതായ മറ്റു ചില സ്വന്തം ബന്ധങ്ങൾ കൂടിയുണ്ടെന്ന് നമ്മൾ മറന്നു പോകുമ്പോഴാണ് പല നല്ല ബന്ധങ്ങളും ഇല്ലാതെയാകുന്നത്. ബന്ധങ്ങൾ ബന്ധനങ്ങളാകുമ്പോൾ ചിലർ ബന്ദികളെ പോലെയാവുകയും മറ്റു ചിലർ ആ കണ്ണികളെ പൊട്ടിച്ചെറിഞ്ഞു പോകുകയും ചെയ്യുന്നു. കൂടെ ആളുണ്ടെന്ന ധൈര്യത്തിൽ നടന്നു തുടങ്ങരുത്. ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കുക. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒന്നിനുമാകില്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ ലഭിക്കാതെ പോയതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. തോറ്റുപോയല്ലോ എന്ന് വിഷമിച്ചിരിക്കാതെ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് വിശകലനം ചെയ്യുക. വിജയത്തിൻ്റെ രഹസ്യം കണ്ടെത്തി പ്രവർത്തിക്കുക. ഒരുപാട് ചിരിക്കുന്നവർ ഒത്തിരി കരഞ്ഞവരാണ്. ചിരിയുടെ വിലയറിഞ്ഞവരാണവർ. ചിരിക്കാൻ കിട്ടുന്ന അവസരം അവർ പാഴാക്കാറില്ല. മടുത്തുപോയി എന്നാരും മുഖത്തു നോക്കി പറയില്ല. മനസ്സിലാക്കാൻ നിങ്ങൾ മറിച്ചു നോക്കിയാൽ മതി കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ. ലാഭങ്ങൾ മാത്രം നോക്കി ബന്ധങ്ങൾ നിലനിർത്തുന്ന ഇക്കാലത്തും നഷ്ടങ്ങൾ എത്ര വന്നാലും കൈവിട്ട് കളയാറില്ല ചില മനുഷ്യർ. വീണ്ടും തുടങ്ങുക എന്നത് അപമാനമല്ല, അത് ഒരവസരമാണ്. മാറ്റം വരുമ്പോഴാണ് പലരും മാറി നിൽക്കുന്നതും മറന്നു പോകുന്നതും. കേൾക്കാനായാലും പറയാനായാലും അപ്പുറം ഒരാൾ ഉണ്ടാവുക എന്നത് ഒരു വലിയ കാര്യമാണെന്ന് അതില്ലാത്തവർക്ക് മനസ്സിലാക്കും. ഉള്ളപ്പോൾ അതിനെ അലക്ഷ്യപ്പെടുത്താതിരിക്കുക. നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരോടാണ് നമ്മളെപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്.